Hi all, today we are going to discuss a new topic that is drug acting on autonomic nervous system. അപ്പൊ ഏതൊക്കെ ഡ്രഗ് ആണ് ഓട്ടോണമിക് നെർവ് സിസ്റ്റത്തെ ആക്ട് ചെയ്യുക എന്നറിയുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് എന്താണ് ഓട്ടോണമിക് നെർവ് സിസ്റ്റം എന്നറിയണ്ടേ അല്ലെ? നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. ഫസ്റ്റ് നെർവ് സിസ്റ്റം. സോ നെർവ് സിസ്റ്റം കൺട്രോൾ ഓൾ ദി ഫങ്ഷൻസ് ഓഫ് ദി ബോഡി. അല്ലെ, നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്ന ആൾ ആരാണ്? നെർവ് സിസ്റ്റം ആണ്. അപ്പൊ ഈ നെർവ് സിസ്റ്റം രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. സെൻട്രൽ നെർവ് സിസ്റ്റം ഉണ്ട്, പെരിഫറൽ നെർവ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, സെൻട്രലും ഉണ്ട്, പെരിഫറലും ഉണ്ട്. സെൻട്രൽ എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നത് ബ്രെയിനും സ്പൈനൽ കോഡും ആണ് സെൻട്രൽ നെർവ് സിസ്റ്റത്തിൽ വരുന്നത്. ഓക്കെ, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. പെരിഫറൽ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ, അതായത് 12 പെയർസ് ഓഫ് ക്രേനിയൽ നെർവ്സ് വരുന്നുണ്ട്, 31 പെയർ ഓഫ് സ്പൈനൽ നെർവ്സ് വരുന്ന നെർവ് സിസ്റ്റം ആണ് പെരിഫറൽ നെർവ് സിസ്റ്റം. ഈ പെരിഫറൽ നെർവ് സിസ്റ്റത്തിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തതാണ് ഇഫറന്റ് ഡിവിഷൻ, രണ്ടാമത്തത് എഫറന്റ് ഡിവിഷൻ. ഇഫറന്റും ഉണ്ട്, എഫറന്റും ഉണ്ട്. ഇഫറന്റ് എന്ന് പറഞ്ഞാല് സെൻട്രൽ നെർവ് സിസ്റ്റത്തിന് ഇമ്പൾസ് പെരിഫറൽ നെർവ്സിലേക്ക് വരുന്ന ആ സിസ്റ്റത്തിനാണ് നമ്മൾ ഇഫറന്റ് എന്ന് പറയാം. ഓക്കെ, സെൻട്രലിന് പെരിഫറലിലേക്ക്, അതാണ് ഇഫറന്റ് ഡിവിഷൻ. ഇനി പെരിഫറലിന് സെൻട്രലിലേക്ക് വരുന്നതിനാണ് നമ്മൾ എഫറന്റ് ഡിവിഷൻ എന്ന് പറയാം. ഓക്കെ അല്ലെ? ഇനി അഗൈൻ ഈ ഇഫറന്റ് ഡിവിഷൻ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സൊമാറ്റിക്കും ഉണ്ട്, ഓട്ടോണമിക്കും ഉണ്ട്. സൊമാറ്റിക് ആൻഡ് ഓട്ടോണമിക്. സൊമാറ്റിക് എന്ന് പറഞ്ഞാൽ ദേ വിൽ കൺട്രോൾ ഓൾ ദി വോളണ്ടറി മൂവ്മെന്റ്സ് ഓഫ് ദി ബോഡി. വോളണ്ടറി മൂവ്മെന്റ്സ്, അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ, വോളണ്ടറി മൂവ്മെന്റ്സ്. അപ്പൊ വോളണ്ടറി മൂവ്മെന്റ്സ് മെയിൻലി എവിടെ നടക്കുക? സ്കെൽറ്റൽ മസിൽസിൽ അല്ലെ. അപ്പൊ സ്കെൽറ്റൽ മസിൽസിലെ മൂവ്മെന്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സൊമാറ്റിക് നെർവ് സിസ്റ്റം ആണ് അല്ലെ. നമുക്കിപ്പോ കൈ അനക്കാൻ പറ്റുന്നത്, കാൽ അനക്കാൻ പറ്റുന്നത്, ഇതൊക്കെയല്ലേ വോളണ്ടറി മൂവ്മെന്റ്സിന്റെ എക്സാമ്പിൾ. അപ്പൊ അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സൊമാറ്റിക് നെർവ് സിസ്റ്റം ആണ്. ദെൻ ഇതിൽ രണ്ടാമത്തെ വരുന്നതാണ് ഓട്ടോണമിക് നെർവ് സിസ്റ്റം. ഓട്ടോണമിക് അതായത് ഓട്ടോമാറ്റിക് അല്ലെ, ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ എന്തൊക്കെയാ? ഹാർട്ട് ബീറ്റ് അല്ലെ, അതൊക്കെ ഓട്ടോമാറ്റിക് ആയി നടക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പൊ അത് വരുന്നതാണ് ഓട്ടോണമിക് നെർവ് സിസ്റ്റം. സോ അതിൽ ഏത് മൂവ്മെന്റ്സ് വരിക? ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്. ഓക്കെ, ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് വരുന്ന നെർവ് സിസ്റ്റം ആണ് എന്ത്? ഓട്ടോണമിക് നെർവ് സിസ്റ്റം. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഓട്ടോണമിക് നെർവ് സിസ്റ്റത്തില് രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. സിമ്പത്തറ്റിക്സ് ഉണ്ട്, പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ഉണ്ട്. സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും ഇത് നമ്മുടെ ചെറിയ ക്ലാസ് മുതലേ പഠിച്ച കാര്യമാണ് അല്ലെ. സിമ്പത്തറ്റിക് എന്താ, പാരാസിമ്പത്തറ്റിക് എന്താന്നുള്ളത്. സിമ്പത്തറ്റിക് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റിന്റെ സമയത്താണ് അല്ലെ. ഓടാനോ അല്ലെങ്കിൽ അവിടെ ഫൈറ്റ് നിൽക്കാനോ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ഈ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം യൂസ് ചെയ്യുക അല്ലെ. ഒരു നായ കടിക്കാൻ വന്നാൽ ഒന്നെങ്കിൽ അവിടെ ഓടണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ തന്നെ പിടിച്ച് നിൽക്കണം. അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് വരുന്നതെങ്കിൽ അപ്പൊ അവിടെ യൂസ് ചെയ്യുന്ന നെർവ് സിസ്റ്റം ആണ് എന്ത്? സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം. ഇനി പാരാസിമ്പത്തറ്റിക് ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്ത് നമ്മുടെ ബോഡിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു സിസ്റ്റം ആണ് എന്ത്? പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം. സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തിൽ ആ ഒരു ആക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ആക്ഷൻ നമുക്ക് സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തിന്റെ ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ. അതേപോലെ തന്നെ അവിടെ ആക്ട് ചെയ്യുന്ന റിസെപ്റ്റേഴ്സ് ആൽഫ, ബീറ്റ റിസെപ്റ്റേഴ്സ് ആണ് മെയിൻലി ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തിന്റെ ആക്ഷൻ വരിക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ നോക്കാനുള്ളത്. എന്തൊക്കെയാ? ഓട്ടോണമിക് നെർവ് സിസ്റ്റത്തിന്റെ കാര്യം പറയാം. അത് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, സിമ്പത്തറ്റിക്കും ഉണ്ട്, പാരാസിമ്പത്തറ്റിക്കും ഉണ്ട്. സിമ്പത്തറ്റിക് ആണെങ്കിൽ ഏതൊക്കെ ന്യൂറോ ട്രാൻസ്മിറ്റർ മെയിൻലി പ്രൊഡ്യൂസ് ചെയ്യുക? അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ. അതേപോലെ തന്നെ ഏതൊക്കെ റിസെപ്റ്ററിലാണ് ആക്ട് ചെയ്യുക? ആൽഫ, ബീറ്റ. ഇനി ആൽഫ തന്നെ ആൽഫ 1, ആൽഫ 2, ബീറ്റ ആണെങ്കിൽ ബീറ്റ 1, ബീറ്റ, അങ്ങനെ റിസെപ്റ്റേഴ്സ് വരുന്നുണ്ട്. അങ്ങനെയാണ് മെയിൻലി ആക്ഷൻ വരിക. ദെൻ രണ്ടാമത്തെയാണ് പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം. അപ്പൊ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തിനെ മിമിക് ചെയ്യുന്ന ഡ്രഗ് ആണ്. മിമിക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പി ചെയ്യുക അല്ലെ. സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് ആ ഒരു ആക്ഷനെ മിമിക് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് സിമ്പത്തോമൈമെറ്റിക് ഏജന്റ്. മിമിക് ചെയ്യുക, സിമ്പത്തറ്റിക് ആക്ഷനെ മിമിക് ചെയ്യുക. അപ്പൊ എങ്ങനെയായിരിക്കും ഇവര് മിമിക് ചെയ്യുക? ഒന്നെങ്കിൽ റിസെപ്റ്ററിൽ പോയിട്ട് ആക്ട് ചെയ്തിട്ട് മിമിക് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ എന്നീ ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് മിമിക് ചെയ്യും. മനസ്സിലായി? അപ്പൊ രണ്ട് ആക്ഷനെ വരിക. ഒന്നെങ്കിൽ റിസെപ്റ്ററിൽ ആക്ട് ചെയ്യുക, രണ്ടാമത്തത് എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആക്ട് ചെയ്യുക. അപ്പൊ ആ ബേസിസിൽ നമ്മൾ ഈ ഡ്രഗ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദേ ആർ ഡയറക്ട്ലി ആക്ടിങ്, ഇൻഡയറക്ട്ലി ആക്ടിങ് ആൻഡ് മിക്സഡ് ആക്ടിങ്. ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, മിക്സഡ്. അപ്പൊ ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡയറക്ട്ലി പോയിട്ട് റിസെപ്റ്ററിൽ ബൈൻഡ് ചെയ്യുക,
ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ആക്ഷൻ തരിക. രണ്ടാമത്തത് എന്താണ്? ഇൻഡയറക്ട്ലി ആക്ടിങ്. ഇൻഡയറക്ട്ലി ആക്ടിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇൻഡയറക്ട്ലി ആണല്ലേ, അതായത് ദേ വിൽ പ്രൊഡ്യൂസ് വാട്ട്? അഡ്രിനാലിൻ ഓർ നോർ അഡ്രിനാലിൻ എന്നീ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇവരുടെ ആക്ഷൻ തരിക. അതാണ് എന്ത്? ഇൻഡയറക്റ്റ് ആക്ടിങ്. ഇനി മിക്സഡ് ആക്ടിങ് ആണെങ്കിൽ എന്തായിരിക്കും? രണ്ട് ആക്ഷൻ ഉണ്ടായിരിക്കും അല്ലെ? റിസപ്റ്ററിൽ ആക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്തിട്ടോ ആക്ഷൻ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? മിക്സഡ് ആക്ടിങ് എന്ന് പറയാം. ഓക്കെ, സോ ഇനി ഡയറക്റ്റ് ആക്ടിങ്ങിൽ എന്തൊക്കെ ഡ്രഗ്സ് ആണ് വരുന്നത് നോക്കാം. ഏതൊക്കെയാ? നോർ എപ്പിനെഫ്രിൻ, എപ്പിനെഫ്രിൻ, ഫിനൈലെഫ്രിൻ, ഡോപ്പമിൻ, മീഥൈൽ ഡോപ്പ, ക്ലോണിഡിൻ, നാഫാസോളിൻ, ഓക്സിമെറ്റാസോളിൻ, സൈലോമെറ്റാസോളിൻ, ഡോബ്യൂട്ടമിൻ, ടെർബ്യൂട്ടാലിൻ, സാൽബ്യൂട്ടമോൾ, ഐസോപ്രോട്രിനോൾ, വിറ്റോട്ടിറോൾ. ഓക്കെ, ഇത്രയും ഡ്രഗ്സ് ആണ് ഡയറക്റ്റ് ആക്ടിംഗിൽ വരുന്നത്. രണ്ടാമത്തതാണ് ഇൻഡയറക്റ്റ് ആക്ടിംഗ്. ഇൻഡയറക്റ്റ് ആക്ടിംഗിൽ ഏതൊക്കെയാ വരിക? ഹൈഡ്രോക്സി ആംഫിറ്റമിൻ, സ്യൂഡോ എഫിഡ്രിൻ ആൻഡ് പ്രൊപ്പൈൽ ഹെക്സഡ്രിൻ. ഓക്കെ, പ്രൊപ്പൈൽ ഹെക്സഡ്രിൻ ഇത്രയാണ് ഇൻഡയറക്റ്റ് ആക്ടിംഗിൽ വരിക. ഇനി നെക്സ്റ്റ് ആണ് മിക്സഡ് ആക്ടിംഗ്. മിക്സഡ് ആക്ടിംഗിൽ ഏതൊക്കെയാണ്? എഫിഡ്രിൻ ആൻഡ് മെറ്ററമിനോൾ ആണ് മിക്സഡ് ആക്ടിംഗിൽ വരുന്നത്. ഇനി നമുക്ക് കെമിക്കലി ഇവരെ ക്ലാസിഫൈ ചെയ്യണം അല്ലെ? എങ്ങനെയാണ് കെമിക്കലി ഇവരെ ക്ലാസിഫൈ ചെയ്യണം നോക്കാം. അപ്പൊ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ ദി കെമിക്കൽ നേച്ചർ. ഓക്കെ, കെമിക്കൽ നേച്ചറിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇത് രണ്ട് ടൈപ്പാണ് വരുന്നത്. ഒന്നാമത്തത് കാറ്റക്കോളമീൻസ് ആൻഡ് രണ്ടാമത്തതാണ് നോൺ കാറ്റക്കോളമീൻസ്. ഓക്കെ, കാറ്റക്കോളമീൻസും നോൺ കാറ്റക്കോളമീൻസും. കാറ്റക്കോളമീൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവർക്ക് ഒരു കാറ്റക്കോൾ റിംഗ് ഉണ്ടായിരിക്കും അല്ലെ? ഇതാണ് കാറ്റക്കോൾ റിംഗ്. 3,4-ഡൈഹൈഡ്രോക്സി ബെൻസീൻ റിംഗിനാണ് നമ്മൾ കാറ്റക്കോൾ റിംഗ് എന്ന് പറയാം. 3,4-ഡൈഹൈഡ്രോക്സി ബെൻസീൻ റിംഗ്. 1 2 3 4 5 6. അപ്പോ കാറ്റക്കോളമീൻസ് എന്ന് പറഞ്ഞാല് ഇവർക്ക് എന്തുണ്ടായിരിക്കും? ഈ കാറ്റക്കോൾ റിംഗ് ഉണ്ടായിരിക്കും. സോ അതിന് എക്സാമ്പിൾ ഏതൊക്കെയാ? നോർ എപ്പിനെഫ്രിൻ, എപ്പിനെഫ്രിൻ, ഡോപ്പമിൻ, ഡോബ്യൂട്ടമിൻ. ഇതൊക്കെയാണ് കാറ്റക്കോളമീൻസിന്റെ എക്സാമ്പിൾ. അതായത് ഇവർക്ക് എന്തുണ്ടായിരിക്കും? സ്ട്രക്ചറിൽ എന്തുണ്ടായിരിക്കും? കാറ്റക്കോൾ റിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് ആ കാര്യം ഫസ്റ്റ് തന്നെ ആലോചിക്കും. നമ്മൾ സ്ട്രക്ചർ പഠിക്കുമ്പോൾ എന്താണ് ഫസ്റ്റ് എന്തുണ്ടായിരിക്കും ആലോചിക്കുക? കാറ്റക്കോൾ റിംഗ് ഉണ്ടായിരിക്കും എന്ന് ഓർത്ത് വെക്കാം. ഇനി രണ്ടാമത്തതാണ് നോൺ കാറ്റക്കോളമീൻസ്. അതായത് ഇവർക്ക് എന്തുണ്ടായിരിക്കില്ല? കാറ്റക്കോൾ റിംഗ് ഉണ്ടായിരിക്കില്ല. അപ്പൊ കാറ്റക്കോൾ റിംഗ് ഇല്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? നോൺ കാറ്റക്കോളമീൻസ് എന്ന് പറയാം. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ദേ വിൽ ഹാവ് ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആണ്. ഓക്കെ, ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഉണ്ടായിരിക്കും. കാരണം എന്താ? ഇവർക്ക് കാറ്റക്കോൾ റിംഗ് ഇല്ല അല്ലെ? അപ്പൊ കാറ്റക്കോൾ റിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കോംടി വെച്ചിട്ട് ഇവരെ നമുക്ക് മെറ്റബിളൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. വാട്ട് ഇസ് കോംടി? കാറ്റക്കോൾ ഓ മീഥൈൽ ട്രാൻസ്ഫറേസ്. ഓക്കെ, കാറ്റക്കോൾ ഓ മീഥൈൽ ട്രാൻസ്ഫറേസ് ആണ് കോംറ്റ്. സോ ഈ കോംറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവരെ മെറ്റബിളൈസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ട് തന്നെ എന്താണ്? മെറ്റബിളൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഹാഫ് ലൈഫ് അവരുടെ കൂടും അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇവരുടെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂടും. അതാണ് ഇവരുടെ പ്രത്യേകത. സോ നോൺ കാറ്റക്കോളമീൻസിൽ വരുന്നത് ഡ്രഗ് ഏതൊക്കെയാണ്? എഫിഡ്രിൻ, ഫിനൈലെഫ്രിൻ, ആംഫിറ്റമിൻ, ക്ലോണിഡിൻ, ടെർബ്യൂട്ടാലിൻ, ഓക്സിമെറ്റാസോളിൻ. ഈ ഡ്രഗ്സിലൊക്കെ മെയിൻലി എന്തുണ്ടായിരിക്കില്ല? കാറ്റക്കോൾ റിംഗ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ക്ലാസിഫിക്കേഷനിൽ നോക്കാനുള്ളത്. ഫസ്റ്റ് നമ്മൾ ഓൺ ദ ബേസ് ഓഫ് ദ മെക്കാനിസം പറഞ്ഞു. രണ്ടാമതായിട്ട് ഓൺ ദ ബേസ് ഓഫ് ദ കെമിക്കൽ നേച്ചറിന്റെ ബേസിലുള്ളതും പറഞ്ഞു. ഡയറക്റ്റ് ആക്ടിങ് ഏജൻസിലെ ഡ്രഗ്സ് ആണ് നമ്മൾ ഫസ്റ്റിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരുപാട് സ്ട്രക്ചേഴ്സ് എഴുതിയിട്ടുണ്ട്. കാരണം ഈ എല്ലാ സ്ട്രക്ചേഴ്സും റിലേറ്റഡ് ആണ്. ഓക്കെ, ചെറിയ വ്യത്യാസമാണ് ഓരോ സ്ട്രക്ചറിലും ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് എല്ലാ സ്ട്രക്ചറും ഒരു ഇതിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എന്താണ് ഓരോന്നുള്ള വ്യത്യാസം എന്ന് മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് സ്ട്രക്ചർ നോക്കാം. എന്താണ്? നോർ എപ്പിനെഫ്രിൻ അഥവാ നോർ അഡ്രിനാലിൻ. ഓക്കെ, അപ്പൊ ഇവരെന്തായിരുന്നു? ദീസ് ആർ കാറ്റക്കോളമീൻസ് അല്ലായിരുന്നോ? അല്ലെ? നോറഡ്രിനാലിൻ, അതേപോലെ എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ, എപ്പിനെഫ്രിൻ, ഡോപ്പമിൻ, ഡോബ്യൂട്ടമിൻ ഇവരൊക്കെ എന്താണ്? കാറ്റക്കോളമീൻസ് ആണ്. അതായത് ഇവർക്കൊരു കാറ്റക്കോൾ റിംഗ് ഉണ്ടായിരിക്കും അല്ലെ? ഇതാ ഇവിടെ എന്തുണ്ട്? ഒരു കാറ്റക്കോൾ റിംഗ് ഉണ്ട് അല്ലെ? OH കാറ്റക്കോൾ റിംഗ് ഉണ്ട്. സ്ട്രക്ചർ നോക്കിയിട്ട് നമുക്ക് SAR പറയാം. കാരണം SAR ഒരുപാട് എക്സാമ്പിൾസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാല് ആ എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് നമുക്ക് SAR ഇത് കഴിഞ്ഞിട്ട് പറയാം. എന്താണ് വേണ്ടത്? ഒരു ബീറ്റ ഫിനൈൽ ഈഥൈൽ അമീൻ ആണ് ബേസിക് ആയിട്ട് വേണ്ട സ്ട്രക്ചർ. അതിൽ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു കാറ്റക്കോൾ റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഇവിടെ വേണ്ടത് എന്താണ്? ഈഥൈൽ അമീൻ അല്ലെ? ഒരു ഈഥൈൽ 1 2. അപ്പൊ ഈഥൈല് അമീൻ ഗ്രൂപ്പ് വേണം. അപ്പൊ ഈ ഈഥൈൽ അമീൻ വേണം. ഇതിന്റെ ഈഥൈൽ അമീന്റെ ഫസ്റ്റ് പൊസിഷനിലേക്ക് ഇവിടെ ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് നോർ എപ്പിനെഫ്രിൻ.
ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് വരയ്ക്കുക, ഒരു കാറ്റഗോൾ റിംഗ് വരയ്ക്കുക, എന്നിട്ട് ഒരു ഈഥൈൽ അമീൻ വരയ്ക്കുക. ഈഥൈൽ അമീന്റെ ഫസ്റ്റ് പൊസിഷനിലേക്ക് ഹൈഡ്രോക്സി ഗ്രൂപ്പ് വരികയാണെങ്കിൽ അതാണ് നോർ എപ്പിനെഫ്രിൻ അഥവാ നോർ അഡ്രിനാലിൻ. ഓക്കെ, ഇനി നോർ അഡ്രിനാലിന്റെ യൂസ് എന്തൊക്കെയാണ്? നോർ എപ്പിനെഫ്രിന്റെ യൂസ് എന്തൊക്കെയാണ്? ഇത് ബ്രോൺകോ ഡൈലേറ്റർ ആണ്, വാസോപ്രസർ ആണ്, അതേപോലെ തന്നെ ദേ ആർ യൂസ് ഫോർ അനാഫൈലാക്സിസ് ട്രീറ്റ്മെന്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം, ദാറ്റ് ഈസ് എപ്പിനെഫ്രിൻ. എപ്പിനെഫ്രിന്റെ സ്ട്രക്ചറിൽ ഒരു ചേഞ്ച് മാത്രം ഉണ്ടായിരിക്കുക, അതായത് ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് വേണം. ഓക്കെ, ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ടെങ്കിൽ അതാണ് എപ്പിനെഫ്രിൻ. നോർ എപ്പിനെഫ്രിന്റെ IUPAC നെയിം പറഞ്ഞില്ല അല്ലെ, അതും കൂടെ പറയാം. ബേസിക് ന്യൂക്ലിയസ് ഏതാണ്? ബെൻസീൻ 1,2 ഡയോൾ അല്ലെ. ബെൻസീന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പൊസിഷനിൽ ഹൈഡ്രോക്സി ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് എഴുതും? ബെൻസീൻ 1,2 ഡയോൾ എന്ന് എഴുതും. ബെൻസീൻ 1,2 ഡയോൾ. ഇതിന്റെ നാലാമത്തെ പൊസിഷനിലേക്ക് എന്താ അറ്റാച്ച്മെന്റ് വന്നത്? ഒരു ഈഥൈൽ അമിനോ വന്നിട്ടുണ്ട് അല്ലെ. ഈ ഈഥൈലിന്റെ രണ്ടാമത്തെ പൊസിഷനിലേക്ക് അമിനോ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. സോ 2 അമിനോ എന്ന് എഴുതി. ഒന്നാമത്തെ പൊസിഷനിലേക്ക് എന്താണത്? ഹൈഡ്രോക്സി ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് എഴുതും? 1 ഹൈഡ്രോക്സി. ദെൻ ഈഥൈൽ എന്ന് എഴുതാം ബെൻസീൻ 1,2 ഡയോൾ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എപ്പിനെഫ്രിന്റെ നെയിമിംഗ് എങ്ങനെയാ വരിക? ഇവിടെ നമുക്കൊരു മീഥൈൽ ഗ്രൂപ്പും കൂടെ എക്സ്ട്രാ ഉണ്ട് അല്ലെ. അപ്പൊ ഒരു ചേഞ്ച് മാത്രമേ വരിക. എന്താണ്? 4,1 ഹൈഡ്രോക്സി. 4,1 ഹൈഡ്രോക്സി. രണ്ടാമത്തെ പൊസിഷനിൽ എന്താ ഉള്ളത്? മിഥൈൽ അമിനോ ആണ് അല്ലെ. നേരത്തെ അമിനോ മാത്രമായിരുന്നു, ഇവിടെ എന്താണ്? മീഥൈൽ അമിനോ. ഇവിടെ എന്താ വരിക? മീഥൈൽ അമിനോ. അതുകൊണ്ടാണ് ഇത് ആൽഫബറ്റിക് ഓർഡറിലാണ് എഴുതിയത്. അതുകൊണ്ടാണ് നമുക്ക് ഫസ്റ്റ് ഇവിടെ ഹൈഡ്രോക്സി വന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് എഴുതി? 2 മീഥൈൽ അമിനോ, ദെൻ ഈഥൈൽ എന്ന് എഴുതി ബെൻസീൻ 1,2 ഡയോൾ. സോ ഇതാണ് എപ്പിനെഫ്രിന്റെ സ്ട്രക്ചർ. എപ്പിനെഫ്രിൻ ആസ്മ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി കണ്ടീഷൻസിലൊക്കെ നമ്മൾ എപ്പിനെഫ്രിൻ പൊതുവെ യൂസ് ചെയ്യാറുണ്ട്. ഇനി നെക്സ്റ്റ് സ്ട്രക്ചർ നോക്കാം, ദാറ്റ് ഈസ് ഫിനൈലെഫ്രിൻ. ഫിനൈലെഫ്രിന്റെ സ്ട്രക്ചറിൽ ഇവിടെ എന്താ ചേഞ്ച് ഉള്ളത്? ഈ ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പ് പ്രസന്റ് അല്ല അല്ലെ. അതായത് കാറ്റഗോൾ റിംഗ് അല്ല ഇവർക്ക് ഉണ്ടായിരിക്കാം. സെയിം സ്ട്രക്ചർ, നമുക്ക് എപ്പിനെഫ്രിന്റെ അതേ സ്ട്രക്ചർ തന്നെയാണ്, എന്നാൽ ഇവിടെ കാറ്റഗോൾ റിംഗ് അല്ല ഉണ്ടായിരിക്കാം. ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ പേര് എങ്ങനെയാ വരിക? ഇവിടെ നമ്മള് ഫിനോൾ ആണ് അല്ലെ. ഇത് കാറ്റഗോൾ അല്ല, ഫിനോൾ ആണ്. അപ്പൊ നമ്മൾ നമ്പറിംഗ് കൊടുക്കുമ്പോൾ 1, 2, 3 അങ്ങനെയാ നമ്പറിംഗ് വരിക. അപ്പൊ ഇതിന്റെ തേർഡ് പൊസിഷനിലേക്ക് എന്ത് വന്നിട്ടുണ്ട്? 1 ഹൈഡ്രോക്സി, 2 മീഥൈൽ അമിനോ അല്ലെ. മീഥൈൽ അമിനോ, ദെൻ ഈഥൈൽ എന്ന് എഴുതി അവസാനം ഫിനോൾ എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് IUPAC നെയിം. ഇനി ഫിനൈലെഫ്രിൻ എന്തിനാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്? നേസൽ ഡീകൺജസ്റ്റന്റ് ആയിട്ട്, അതേപോലെ തന്നെ ഐ ഡ്രോപ്സില്, നെയ്സൽ ഡ്രോപ്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഡോപ്പമിൻ. കാറ്റഗോൾ റിംഗ് ഉണ്ടായിരിക്കും. ഇനി ഈ കാറ്റഗോൾ റിംഗില് ഇവിടെ ഒരു ഡൈൽ അമീൻ വന്നിട്ടുണ്ട് അല്ലെ. ഡൈൽ അമീൻ, ഇവിടെ ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഒന്നും വന്നിട്ടില്ല. അതാണ് ഡോപ്പമിന്റെ സ്ട്രക്ചർ. മനസ്സിലായോ? അപ്പൊ ഈ സ്ട്രക്ചർ ഒക്കെ നോക്കൂ, ഇത് ഇതിനോട് റിലേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഇതിലുള്ള എല്ലാം. അപ്പൊ ഇതിന്റെ പേര് എങ്ങനെയാ വരിക? 4,2 അമിനോ ഈഥൈൽ. ഈ ഫോർത്ത് പൊസിഷനിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരിക. അതിന്റെ രണ്ടാമത്തെ പൊസിഷനിൽ എന്താണത്? അമിനോ ഈഥൈൽ, ദെൻ ബെൻസീൻ 1,2 ഡയോൾ. ഓക്കെ, അതാണ് ഡോപ്പമിൻ. ഇനി നെക്സ്റ്റ് വൺ മീഥൈൽ ഡോപ്പ. മീഥൈൽ ഡോപ്പ നമ്മൾ വേറെ സ്ഥലത്തും കൂടെ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ്? ഹൈപ്പർ ടെൻഷൻ അല്ലെ. ഹൈപ്പർ ടെൻസീവ് ഡ്രഗ് ആണ് മീഥൈൽ ഡോപ്പ. സോ നെക്സ്റ്റ് വൺ ഇസ് മീഥൈൽ ഡോപ്പ. മീഥൈൽ ഡോപ്പ എന്താണ്? ദീസ് ആർ ഹൈപ്പർ ടെൻസീവ് ഡ്രഗ് ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരിക? ഇവിടെ കാറ്റഗോൾ റിംഗ് എങ്ങനെയാണ് വരുന്നത്? ഇവിടെ നമ്മൾ ബേസിക് ന്യൂക്ലിയസ് ആയിട്ട് എടുത്തിരിക്കുന്നത് പ്രൊപ്പിയോണിക് ആസിഡ് ആണ്. ഓക്കെ, പ്രൊപ്പിയോണിക് ആസിഡ്, അതായത് 1, 2, 3. ഓക്കെ, നമ്മൾ ഇങ്ങനെ നമ്പറിംഗ് കൊടുക്കാം. ഇവിടെ COOH അല്ലേ. സോ C, അതായത് 1, 2, 3 എന്ന് കൊടുത്തു. തേർഡ് പൊസിഷനിൽ ഈ തേർഡ് കാർബണിലേക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡിലേക്കും വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്താ എഴുതുക? രണ്ടാമത്തതിലേക്ക് അമിനോ ഗ്രൂപ്പ്. സോ 2 അമിനോ. തേർഡിലേക്ക് എന്താ വന്നത്? 3, 4 ഡൈഹൈഡ്രോക്സി ഫിനോൾ അല്ലെ. മൂന്നാമത്തെയും നാലാമത്തെയും പൊസിഷനിൽ ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ട്. സോ നമ്മൾ എന്ത് എഴുതും? 3, 4 ഡൈഹൈഡ്രോക്സി ഫിനൈൽ എന്ന് എഴുതും. ഓക്കെ, ഫിനൈൽ, ഇത് ഫിനൈൽ റിംഗ് അല്ലെ. സോ ഫിനൈൽ 3, 4 ഡൈഹൈഡ്രോക്സി ഫിനൈൽ എന്ന് എഴുതി. ആൻഡ് 2 മീഥൈൽ പ്രൊപ്പിയോണിക് ആസിഡ്. അതേപോലെ ഈ രണ്ടാമത്തെ പൊസിഷനിലേക്ക് ഒരു മീഥൈൽ ഗ്രൂപ്പ് കൂടെ വന്നിട്ടുണ്ട് അല്ലെ. മീഥൈൽ സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് എഴുതി? 2 മീഥൈൽ പ്രൊപ്പിയോണിക് ആസിഡ്. മനസ്സിലായോ? എങ്ങനെയാണ്? ആദ്യം നമ്മൾ ഒരു പ്രൊപ്പിയോണിക് ആസിഡ് വരയ്ക്കുക. അതിന്റെ രണ്ടാമത്തെ പൊസിഷനിലേക്ക് എന്തുണ്ട്? ഒരു മീഥൈലും ഉണ്ട്, ഒരു അമിനോ ഗ്രൂപ്പും കൂടെ ഉണ്ട്. ഇനി തേർഡ് പൊസിഷനിലേക്ക് ആണെങ്കിൽ ഒരു കാറ്റഗോൾ റിംഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് മിഥൈൽ ഡോപ്പ. സോ നെക്സ്റ്റ് വൺ ഇസ് ക്ലോണിഡിൻ. ആ പേര് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ക്ലോണിംഗ് ആണ്, രണ്ട് സ്ട്രക്ചേഴ്സിന്റെ ക്ലോണിംഗ് ആണെന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ രണ്ട് സ്ട്രക്ചേഴ്സ്? ഒന്ന് ബെൻസീനും ഒന്ന് ഇമിഡസോളും.
ഓക്കെ, ബെൻസീനും ഇമിഡസോളും. ഇനി എങ്ങനെയാണ് ക്ലോൺ ചെയ്യുക? നമ്മൾ രണ്ട് സ്ഥലം എങ്ങനെയാ ക്ലോൺ ചെയ്യുക? ഒരു നാഷണൽ ഹൈവേ വഴി. ഓക്കെ, അങ്ങനെ ആലോചിക്കാം. അപ്പൊ രണ്ട് സ്ഥലത്തിന് നമ്മൾ ക്ലോൺ ചെയ്യണത് ഒരുമിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരു നാഷണൽ ഹൈവേ വഴി. ഓക്കെ, സോ ഇതാണ് ക്ലോണിഡിൻ. അപ്പൊ അതിന്റെ IUPAC നെയിം എങ്ങനെയാ വരിക? ഇവിടെ N26 ഡൈക്ലോറോഫിനൈൽ. രണ്ടാമത്തെ പൊസിഷനിലും ആറാമത്തെ പൊസിഷനിലും ക്ലോറിൻ വന്നിട്ടുണ്ട്. ഓക്കെ, N എന്ന് എഴുതി 26 ഡൈക്ലോറോഫിനൈൽ. ദെൻ 45 ഡൈഹൈഡ്രോ ഇമിഡസോൾ. അതായത് ഇമിഡസോൾ ആണ് ഇവിടെ വന്നത്. ഇമിഡസോളിൽ ഇവിടെ ബോണ്ട് ഉണ്ടായിരുന്നു, എന്നാൽ ഈ സ്ട്രക്ചറിൽ ഇവിടെ ബോണ്ട് ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബോണ്ട് ഒഴിവാക്കുമ്പോൾ അവിടെ എന്താ ചെയ്യുക? ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കും അല്ലെ. ഇത് ബോണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കല്ലേ ചെയ്യുക. അപ്പൊ നമ്മൾ എന്താ എഴുതേണ്ടത്? ഡൈഹൈഡ്രോ ഇമിഡസോൾ. എവിടേക്ക് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുത്തത്? 4ലേക്കും 5ലേക്കും. സോ എന്ത് എഴുതണം? 4,5 ഡൈഹൈഡ്രോ ഇമിഡസോൾ ആൻഡ് 2 അമീൻ. രണ്ടാമത്തെ പൊസിഷനിലേക്ക് അമീനാണ് വന്നത്. സോ 2 അമീൻ എഴുതാം. ഓക്കെ, അതാണ് ക്ലോണിഡിന്റെ സ്ട്രക്ചർ. ഇതും എന്താണ്? ഇതും ഹൈപ്പർ ടെൻഷന് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ആണ് ക്ലോണിഡിൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ഡ്രഗിലേക്ക് പോവാം, ദാറ്റ് ഇസ് ഐസോപ്രോട്രിനോൾ. ഓക്കെ, ഇവിടെ എങ്ങനെയാ വരുന്നത്? ഇവിടെ നമ്മളൊരു ബെൻസീൻ റിംഗ് വരച്ചു. ഒന്നാമത്തെയും രണ്ടാമത്തെയും പൊസിഷനിൽ ഹൈഡ്രോക്സി ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ദെൻ ഇവിടെ നമ്മളൊരു ഈത്തൈൽ ഗ്രൂപ്പ് വരച്ചു. ഇവിടെ അമീൻ ഉണ്ട്. ഈ അമീനോട് കണക്ട് ചെയ്തിട്ട് ഒരു ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, ഐസോപ്രൊപ്പൈൽ. ആൻഡ് ഈ ഒന്നാമത്തെ കാർബണിലേക്ക് ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അതാണ് സ്ട്രക്ചർ. അപ്പൊ അതിന്റെ IUPAC നെയിം എങ്ങനെയാ വരുന്നത്? നാലാമത്തെ പൊസിഷനിലേക്ക് എന്താ? 1 ഹൈഡ്രോക്സി. 2ലേക്ക് ഐസോപ്രൊപ്പൈൽ അമിനോ. 1 ഹൈഡ്രോക്സി, 2 ഐസോപ്രൊപ്പൈൽ അമിനോ. ഈതൈൽ അല്ലെ, ഈത്തൈൽ, ബെൻസീൻ. ഇത് ബെൻസീൻ, 1,2 ഡയോൾ. ഓക്കെ, ഇതാണ് ഐസോപ്രോട്രിനോളിന്റെ സ്ട്രക്ചർ. അപ്പൊ എന്തൊക്കെയാ അവിടെ ചേഞ്ച് വന്നത്? സ്ട്രക്ചർ നോക്കുമ്പോൾ എന്താ അവിടെ ചേഞ്ച് വന്നത്? നമ്മൾ നോറെപ്പിനെഫ്രിൻ ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എന്താ ഇവിടെ ചേഞ്ച് വന്നത്? ഇവിടെ ഒരു ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പും കൂടെ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നോറെപ്പിനെഫ്രിന്റെ സ്ട്രക്ചർ വരയ്ക്കുക. അതിലേക്ക് ഒരു ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ഐസോപ്രോട്രിനോൾ ആയി. ഓക്കെ, അപ്പൊ അതാണ് സ്ട്രക്ചർ. ഐസോപ്രോട്രിനോൾ നമ്മൾ മെയിൻലി ആസ്മ കണ്ടീഷനൊക്കെ കൊടുക്കുന്ന ഡ്രഗ് ആണ്. ഇനി നെക്സ്റ്റ് വൺ ഇസ് ടെർബ്യൂട്ടാലിൻ. ഓക്കെ, അപ്പൊ ടെർബ്യൂട്ടാലിന്റെ സ്ട്രക്ചർ ഇവിടെ നമുക്ക് ഹൈഡ്രോക്സി ഗ്രൂപ്പ് വന്നത് ഒന്നാമത്തെയും മൂന്നാമത്തെയും പൊസിഷനിലാണ് അല്ലെ. നമ്മൾ ഇതുവരെ പറഞ്ഞതില് ഏത് പൊസിഷനിലായിരുന്നു ഹൈഡ്രജൻ വന്നത്? ഒന്നാമത്തെയും രണ്ടാമത്തെയും പൊസിഷനിലായിരുന്നു അല്ലെ. 1, 2 ഇവിടേക്ക് നോക്കൂ, 1, 2 വന്നത്. എന്നാൽ ടെർബ്യൂട്ടാലിൻ ഇവിടെ 1ലും 3ലും ആണ് ഹൈഡ്രോക്സി ഗ്രൂപ്പ് വന്നത്. ഓക്കെ, ടെർബ്യൂട്ടാലിൻ. ഇനി ഇവിടെ എന്താണ് അവസാനം വരുന്നത്? ഇവിടെ നമ്മൾ ഐസോപ്രൊപ്പൈൽ ആണെന്ന് പറഞ്ഞു, എന്നാൽ ഇവിടെ ടെറക്ട് ബ്യൂട്ടൈലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നെയിമിംഗ് എങ്ങനെയാ വരിക? ഈ ഒരു കേസിൽ നമ്പറിംഗ് മൊത്തത്തിൽ ചേഞ്ച് വരും അല്ലെ. കാരണം ഒന്നാമത്തെയും മൂന്നാമത്തെയും പൊസിഷനിലാണ്. അപ്പൊ നമുക്ക് ഇതുവരെ വന്നത് 4ാമത്തെ പൊസിഷനിലായിരുന്നു ഈത്തൈലമിനോ വന്നത്. എന്നാൽ ഇവിടെ എന്താണ്? 5ാമത്തെ പൊസിഷനിലാണ് ഈത്തൈലമിനോ ഗ്രൂപ്പ് വരുന്നത്. ഓക്കെ, അതൊന്ന് ആലോചിച്ച് വെക്കാം. സോ നമ്മൾ എന്ത് ചെയ്യുക? 5, 2 ടെറക്ട് ബ്യൂട്ടൈൽ അമിനോ, 1 ഹൈഡ്രോക്സി, ഈത്തൈൽ, ബെൻസീൻ, 1, 3 ഡയോൾ. സോ അപ്പൊ ഇതാണ് ടെറബ്യൂട്ടാലിന്റെ സ്ട്രക്ചർ. ടെറബ്യൂട്ട അതായത് ടെറക്ട് ബ്യൂട്ടൈൽ ഗ്രൂപ്പാണ് അവസാനം വരുന്നത്. അത് ആലോചിച്ച് വെക്കുക. അപ്പോ ഈ പേരിൽ നിന്ന് നമുക്ക് എന്താണ് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കൂടെ? ഓക്കെ, സോ ഇതിന്റെ യൂസ് എന്താ? ഇറ്റ് ഈസ് ഓൾസോ മെയിൻലി യൂസ് ഫോർ ആസ്മ കണ്ടീഷനിലാണ് ഈ ഡ്രഗ് മെയിൻലി കൊടുക്കാറുള്ളത്. സോ സാൽബ്യൂട്ടമോളിന്റെ സ്ട്രക്ചർ നമുക്ക് ടെർബ്യൂട്ടാലിൻ ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സ്ട്രക്ചർ ആണ്. ഇവിടെ ഒരു ചേഞ്ച് ആണ് വരുന്നത്. ഫസ്റ്റ് പൊസിഷനിലേക്ക് ഹൈഡ്രോക്സി ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് പൊസിഷനിലേക്ക് ഒരു മീഥൈൽ ഹൈഡ്രോക്സി ഗ്രൂപ്പ് ആണ് വന്നത്. ഓക്കെ, അതാണ് ഇവിടുത്തെ ചേഞ്ച്. ബാക്കിയൊക്കെ സെയിം തന്നെ. മനസ്സിലായോ? അതായത് 4,2 ടെറക്ട് ബ്യൂട്ടൈൽ അമിനോ. ഈ ഒരു ഫീനോളിന്റെ ബേസിക് ന്യൂക്ലിയസ് ആയിട്ട് എന്താ പറയാ? ഫീനോൾ പറയല്ലേ. ബെൻസീൻ വിത്ത് OH, ഫീനോള്. അപ്പൊ ഈ ഫീനോളിന്റെ 4ാമത്തെ പൊസിഷനിലേക്ക് എന്തുണ്ട്? 2 ടെറക്ട് ബ്യൂട്ടൈൽ അമിനോ അല്ലെ. 2 ടെറക്ട് ബ്യൂട്ടൈൽ അമിനോ ഗ്രൂപ്പ് ഇത്. ആൻഡ് ഇനി 2 ഹൈഡ്രോക്സി മീഥൈൽ, അതായത് 2ാമത്തെ പൊസിഷനിലേക്ക് ഒരു ഹൈഡ്രോക്സി മീഥൈൽ വന്നിട്ടുണ്ട് അല്ലെ. 2 ഹൈഡ്രോക്സി മീഥൈൽ ഫിനോൾ. ഇതാണ് സാൽബ്യൂട്ടമോളിന്റെ സ്ട്രക്ചർ. ഓക്കെ, സോ ഇത്രയും സ്ട്രക്ചർ മനസ്സിലായോ? നമ്മൾ ഡയറക്ട് ആക്ടിംഗ് ഏജന്റ്സിലെ സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഡയറക്ട് ആക്ടിംഗ് ഏജന്റിൽ ഈ 2-3 സ്ട്രക്ചറും കൂടെ നോക്കാനുണ്ട്. അതുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഡ്രഗ് നാഫാസോളിൻ. ആ പേരിന്ന് നമുക്ക് മനസ്സിലായി ഇതിൽ എന്തുണ്ടായിരിക്കും? ഒരു നാഫ്തലിൻ ഉണ്ടായിരിക്കും, ഒരു ഇമിഡസോൾ ഉണ്ടായിരിക്കും. ഓക്കെ,
നാഫ്തലിനും ഇമിഡസോളും ഉണ്ടായിരിക്കും. നമ്മൾ ഫസ്റ്റ് എന്ത് വരയ്ക്കണം? ഒരു ഇമിഡസോൾ വരയ്ക്കാം. ഇമിഡസോളില് ഇവിടെ ബോണ്ട് ഇല്ല അല്ലെ, 4,5 ബോണ്ട് ഇല്ല, വിച്ച് മീൻസ് ഇത് എന്താണ്? 4,5 ഡൈഹൈഡ്രോ ഇമിഡസോൾ ആണ്. ഓക്കെ, ബോണ്ട് ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്താ ചെയ്യാ? ഹൈഡ്രജൻ ആഡ് ചെയ്യും. 2 ഹൈഡ്രജൻ ആണ് ആഡ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡൈഹൈഡ്രോ എന്ന് എഴുതണം. സോ 4,5 ഡൈഹൈഡ്രോ ഇമിഡസോൾ. ഇനി ഇമിഡസോളിന്റെ സെക്കൻഡ് പൊസിഷനിലേക്ക് ഒരു മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ആൻഡ് അത് എന്തായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? ഒരു നാഫ്തലിനായിട്ട്. അതാണ് നാഫാസോളിന്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പം പേരിന് നമുക്ക് മനസ്സിലായി, ഒരു നാഫ്തലിനും ഉണ്ടായിരിക്കും, ഒരു ഇമിഡസോളും ഉണ്ടായിരിക്കും. ആ ഇമിഡസോൾ എന്താണ്? ഡൈഹൈഡ്രോ ഇമിഡസോൾ ആണ്. ഓക്കെ, ആൻഡ് ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഒരു മീഥൈൽ ഗ്രൂപ്പ് വഴി. ഓക്കെ, സോ ഇതാണ് നാഫാസോളിന്റെ സ്ട്രക്ചർ. സോ പേര് എങ്ങനെയാ വരിക? 2 നാഫ്തലിൻ. അതായത് ഈ ഡൈഹൈഡ്രോ ഇമിഡസോളിന്റെ സെക്കൻഡ് പൊസിഷനിലേക്കാണ് ഈ അറ്റാച്ച്മെന്റ് വന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താ? 2 എന്ന് എഴുതാ. നാഫ്തലിൻ 1 ഐൽ, അതായത് നാഫ്തലിന്റെ ഒന്നാമത്തെ പൊസിഷനിലേക്കാണ് ഈ അറ്റാച്ച്മെന്റ് വന്നത്. നാഫ്തലിന്റെ ഒന്നാമത്തെ പൊസിഷനിലേക്കാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താ? 1 ഐൽ. ഇനി ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ മീഥൈൽ, ദെൻ 4,5 ഡൈഹൈഡ്രോ ഇമിഡസോൾ. ഓക്കെ, സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് നാഫാസോളിൻ. അപ്പൊ ഇത് നമ്മൾ മെയിൻലി നെയ്സൽ ഡീകൺജസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ് ആണ്. നെക്സ്റ്റ് ഡ്രഗ് ഓക്സിമെറ്റാസോളിൻ. ഇവിടെ നമുക്ക് ഒരു 4,5 ഡൈഹൈഡ്രോ ഇമിഡസോൾ തന്നെയാണ് ഇവിടെയും വേണ്ടത്. ആൻഡ് ഒരു മീഥൈൽ ഗ്രൂപ്പ് വെച്ചിട്ട് തന്നെയാണ് ഇവിടെയും കണക്ഷൻ വരുന്നത്. ഇനി ഇവിടെ എന്താ വരുന്നത്? നാഫ്തലിനല്ല, വേറൊരു റിംഗ് ആണ് വരുന്നത് അല്ലെ. എന്താ വന്നിരിക്കുന്നത്? ഒരു ഫിനോൾ വന്നിട്ടുണ്ട്. ഈ ഫിനോളിന്റെ സെക്കൻഡ് പൊസിഷനിലേക്ക് ഒരു മീഥൈൽ ഗ്രൂപ്പ്, 4th പൊസിഷനിലേക്ക് ഒരു മീഥൈൽ ഗ്രൂപ്പ്, ആൻഡ് 6th പൊസിഷനിലേക്ക് ടെററ്റ് ബ്യൂട്ടൈൽ അല്ലെ. ടെററ്റ് ബ്യൂട്ടൈൽ സ്ട്രക്ചർ അല്ലേ ഇത്? ടെററ്റ് ബ്യൂട്ടൈൽ വന്നിട്ടുണ്ട്. സോ ഇതാണ് ഓക്സിമെറ്റാസോളിൻ. അപ്പൊ നെയിമിംഗ് എങ്ങനെയാ വരിക? ഇവിടെ നമ്മൾ ബേസിക് റിംഗ് ആയിട്ട് എടുക്കുന്നത് ഫിനോൾ ആണ്. 2,4 ഡൈ മീഥൈൽ ഫിനോൾ എന്ന് വരും. അതിന്റെ 6ാമത്തെ പൊസിഷനിലേക്ക് എന്ത് വേണം? ടെററ്റ് ബ്യൂട്ടൈൽ വേണം. 3ാമത്തെ പൊസിഷനിലേക്കാണ് അറ്റാച്ച്മെന്റ് വന്നത്. സോ 3 എന്ന് എഴുതി. എന്താണ് വരുന്നത്? 4,5 ഡൈഹൈഡ്രോ ഇമിഡസോൾ. ഇനി ഇത് എവിടേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? 2ാമത്തെ പൊസിഷനിലേക്ക് അല്ലെ. സോ നമ്മൾ എന്ത് എഴുതും? 2 ഐൽ എഴുതും. ദെൻ മീഥൈൽ. ഓക്കെ, 2 ഐൽ മീഥൈൽ. ഇതാണ് ഓക്സിമെറ്റാസോളിന്റെ സ്ട്രക്ചർ. നെക്സ്റ്റ് വൺ സൈലോമെറ്റാസോളിൻ. സൈലോമെറ്റാസോളിന്റെ സ്ട്രക്ചറും ഓക്സിമെറ്റാസോളിന്റെ സ്ട്രക്ചറും ഒരേപോലെ തന്നെയാണ്. ഇവിടെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാല് ഇവിടെ ഹൈഡ്രോക്സി ഗ്രൂപ്പ് പ്രസന്റ് ആയിരുന്നു അല്ലെ. ഓക്സിമെറ്റാസോളിനില് ഹൈഡ്രോക്സി ഗ്രൂപ്പ് പ്രസന്റ് ആയിരുന്നു. സൈലോമെറ്റാസോളിന്റെ കേസിൽ അവിടെ ആ ഹൈഡ്രോക്സി ഗ്രൂപ്പ് പ്രസന്റ് അല്ല. അതാണ് ഇവിടെയുള്ള ചേഞ്ച്. അപ്പൊ നമ്മുടെ ബേസിക് കോമ്പൗണ്ട് മാറും അല്ലെ. ഫിനോൾ അല്ല, നമ്മൾ അതിന് പകരം എന്താണ് എടുക്കുന്നത്? 4,5 ഡൈഹൈഡ്രോ ഇമിഡസോൾ ആണ്. ഓക്കെ, 4,5 ഡൈഹൈഡ്രോ ഇമിഡസോൾ. ഇനി ഈ 4,5 ഡൈഹൈഡ്രോ ഇമിഡസോളിന്റെ സെക്കൻഡ് പൊസിഷനിലേക്ക് ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ആൻഡ് ഇതിനോട് അറ്റാച്ച്ഡ് ബെൻസീൻ റിംഗ് ഉണ്ട്. ബെൻസീന്റെ 2ാമത്തെയും 6ാമത്തെയും പൊസിഷനിൽ മീഥൈൽ ഉണ്ട്. ആൻഡ് 4ാമത്തെ പൊസിഷനിൽ ടെററ്റ് ബ്യൂട്ടൈൽ ഉണ്ട്. ഓക്കെ, ഒരേപോലത്തെ സ്ട്രക്ചർ ആണ്. ആകെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സി ഗ്രൂപ്പ് അല്ല. അപ്പൊ ഓക്സി എന്ന് വരുമ്പോൾ നമുക്ക് എന്ത് വേണം? ഹൈഡ്രോക്സി വേണം. സൈലോ ആണെങ്കിൽ ആ ഹൈഡ്രോക്സി വേണ്ട. ഓക്കെ, അതിൽ ആ വ്യത്യാസം മാത്രമേ ഇത് രണ്ടും തമ്മിലുള്ളൂ. സോ ഇതും എന്താ? നെയ്സൽ ഡീകൺജസ്റ്റന്റ് ആയിട്ട് കൊടുക്കുന്ന ഡ്രഗ് ആണ്. ഓക്കെ അല്ലെ. സോ ഇത്രയും ഡ്രഗ്സ് ആണ് നമുക്ക് ഡയറക്റ്റ് ആക്ടിങ് ഏജന്റ്സിൽ നോക്കാനുള്ളത്. ഓക്കെ, ഡയറക്ട്ലി ആണ് ഇവരുടെ ആക്ഷൻ വരിക അല്ലെ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ്? ദാറ്റ് ഇസ് ഇൻഡയറക്റ്റ് ആക്ടിങ് ഏജന്റ്. ഇൻഡയറക്റ്റ് ആക്ടിങ് ഏജന്റിൽ നമുക്ക് 2 ഡ്രഗ് നോക്കാനുണ്ട്. ഏതൊക്കെയാ? ഹൈഡ്രോക്സി ആംഫിറ്റമിനും ഉണ്ട്, സ്യൂഡോ എഫിഡ്രിനും ഉണ്ട്. ഹൈഡ്രോക്സി ആംഫിറ്റമിൻ ആൻഡ് സ്യൂഡോ എഫിഡ്രിൻ. ഓക്കെ, സോ ഫസ്റ്റ് ആണ് ഹൈഡ്രോക്സി ആംഫിറ്റമിൻ. ഇവിടെ എങ്ങനെയാ സ്ട്രക്ചർ വരുന്നത്? ആദ്യം തന്നെ നമ്മൾ ഒരു ഫിനോൾ വരയ്ക്കുക. ഈ ഫിനോളിനോട് കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു പ്രൊപ്പൈൽ വന്നിട്ടുണ്ട് അല്ലെ. ഒരു പ്രൊപ്പൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. 1, 2, 3 അല്ലെ. പ്രൊപ്പൈലാണ്. ഈ പ്രൊപ്പൈലിന്റെ 2ാമത്തെ കാർബണിലേക്ക് എന്താണ്? ഒരു അമിനോ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് എഴുതി? 4 ബ്രാക്കറ്റില് 2 അമിനോ പ്രൊപ്പൈൽ. 2ാമത്തെ പൊസിഷനിലേക്ക് എന്താണുള്ളത്? അമിനോ ഗ്രൂപ്പ്. സോ 4 ബ്രാക്കറ്റില് 2 അമിനോ പ്രൊപ്പൈൽ അല്ലെ. പ്രൊപ്പൈൽ, മെത്ത്, എത്ത്, പ്രൊപ്പൈൽ, ദെൻ ഫീനോൾ എന്ന് എഴുതി. അതാണ് ഹൈഡ്രോക്സി ആംഫിറ്റമിൻ. മനസ്സിലായോ? അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു ഫീനോൾ വരയ്ക്കുക. ദെൻ ഈ ഫിനോളിനോട് കണക്ട് ചെയ്തിട്ട് ഒരു പ്രൊപ്പൈല് വരയ്ക്കുക. പ്രൊപ്പൈലിന്റെ 2ാമത്തെ പൊസിഷനിലേക്ക് ഒരു അമിനോ ഗ്രൂപ്പ് വരയ്ക്കുക. അതാണ് ഹൈഡ്രോക്സി ആംഫിറ്റമിൻ. ദെൻ നെക്സ്റ്റ് സ്ട്രക്ചർ സ്യൂഡോ എഫിഡ്രിൻ ആണ്. സ്യൂഡോ എഫിഡ്രിന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരിക? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൊപ്പൈൻ ആണ് വരുന്നത്. എന്നാൽ ഇവിടെ 1ാമത്തെ പൊസിഷനിലേക്ക് ഈ പ്രൊപ്പൈന്റെ 1ാമത്തെ കാർബണിലേക്ക് ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ
ഈ ഒരു അമിനോ ഗ്രൂപ്പിനോട് കണക്ട് ചെയ്തിട്ട് ഒരു മീത്തൈൽ ഗ്രൂപ്പും കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ എന്താണ് നെയിമിംഗ് വരിക? 2 മീത്തൈൽ അമിനോ 1 ഫീനൈൽ പ്രൊപ്പനോൾ. ഓക്കെ, നമ്മളിവിടെ നമ്പറിംഗ് കൊടുത്തു, 1 2 3 എന്ന് കൊടുത്തു. അതിൽ രണ്ടാമത്തെ പൊസിഷനിലേക്ക് ഒരു മിഥൈൽ അമിനോ അല്ലെ, മിഥൈൽ അമിനോ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ പൊസിഷനിലേക്ക് എന്താണത്? ഒരു ഫിനൈൽ റിംഗ്. ഒന്നാമത്തെ പൊസിഷനിലേക്ക് ഒരു ബെൻസീൻ അഥവാ ഒരു ബെൻസിൻ അഥവാ ഒരു ഫിനൈൽ റിംഗ് ഉണ്ട്. 1 ഫിനൈല്, ദെൻ പ്രൊപ്പനോൾ ആണ് 1 പ്രൊപ്പനോൾ. അതായത് ഒന്നാമത്തെ പൊസിഷനിലേക്ക് OH വന്നതുകൊണ്ട് നമ്മൾ എന്ത് പറയാ? പ്രൊപ്പനോൾ എന്ന് പറയാം. സോ ഇതാണ് സ്യൂഡോ എഫിഡ്രിൻ. ഓക്കെ, ദീസ് ഓൾ ആർ ഇൻഡയറക്റ്റ് ആക്ടിങ് ഏജന്റ്സ്. ഇനി നെക്സ്റ്റ് ക്ലാസ് ഏതായിരുന്നു? മിക്സഡ് മെക്കാനിസം. ദോസ് ഹാവിംഗ് മിക്സഡ് മെക്കാനിസം. അതിൽ ഏത് ഡ്രഗ് ആയിരുന്നുള്ളത്? എഫിഡ്രിൻ. അപ്പം എഫിഡ്രിന്റെ സ്ട്രക്ചർ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ, സ്യൂഡോ എഫിഡ്രിന്റെ സ്ട്രക്ചർ തന്നെയാണ്. അതിന് 2 ഫോമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. IUPAC നെയിം എന്താ വരുന്നത്? 2 മീത്തൈൽ അമിനോ 1 ഫീനൈൽ 1 പ്രൊപ്പനോൾ. ഓക്കെ, സോ ഇത്രയും ഡ്രഗ്സ് ആണ് നമുക്ക് ഈ ഒരു കേസിൽ നോക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ SAR നോക്കാം. അപ്പൊ നമ്മൾ ഇത്രയോ സ്ട്രക്ചേഴ്സ് പഠിച്ചു. ഈ എല്ലാ സ്ട്രക്ചേഴ്സിലും നമ്മൾ ബേസിക് ആയിട്ട് കണ്ട ഒരു കാര്യം എന്തായിരുന്നു? they will have beta phenyl ethyl amine അല്ലെ, beta phenyl ethyl amine എല്ലാ സ്ട്രക്ചറിലും ഉണ്ടായിരുന്നു. So the basic thing we have to write is what? Beta phenyl ethyl amine. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് വരയ്ക്കുക? ഒരു ഇഥൈൽ വരയ്ക്കുക. CH2 അമീൻ വേണം അല്ലെ, അമീൻ. ഒരു ഫിനൈൽ വേണം. ഇനി ബീറ്റ ഫിനൈൽ ആണ്, അതായത് ഇതായിരിക്കും ആൽഫ കാർബൺ. NH2 എടുത്ത് വരുന്ന ഇതാണ് ആൽഫ കാർബൺ. സോ ഇത് ബീറ്റ കാർബൺ. അപ്പൊ ഈ ബീറ്റയോട് കണക്ട് ചെയ്തിട്ടാണ് ഫിനൈൽ ഗ്രൂപ്പ് വേണ്ടത്. ആൻഡ് സോ ദിസ് ഇസ് ബീറ്റ ഫിനൈൽ ഇഥൈൽ അമീൻ. അപ്പൊ നമുക്ക് ഓരോ പോയിന്റ്സ് നോക്കാം. അഡ്രിനാലിനാണ് വരച്ചിരിക്കുന്നത്. അഡ്രിനാലിന്റെ ആക്ഷൻ എങ്ങനെയാ ഉണ്ടായിരിക്കുക? ദേ ഹാവ് ആൽഫ 1 ആൽഫ 2 ബീറ്റ 1 ബീറ്റ 2 ആക്ടിവിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, ആൽഫ 1 ആൽഫ 2 ബീറ്റ 1 ബീറ്റ 2 ആക്ടിവിറ്റി ഉണ്ടായിരിക്കും. ഇനി നമ്മള് ഈ നോർ അഡ്രിനാലിന് ഇവിടെ എന്തുണ്ടായിരുന്നു? ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അല്ലെ. 3 4 ഹൈഡ്രോക്സി ഗ്രൂപ്പ് വരുന്നതിനെയാണ് നമ്മൾ കാറ്റക്കോൾ എന്ന് പറയുന്നത്. സോ ഇവർക്ക് അമീൻ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? കാറ്റക്കോൾ അമീൻസ് എന്ന് പറയാം. അപ്പൊ ഈ കാറ്റക്കോൾ റിങ്ങിനെ നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കി. ഈ ഹൈഡ്രോക്സി ഗ്രൂപ്പിനെ ഇവിടെ നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കാണ്. നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ എന്താണ്? ഫിനൈൽ എഫ്രിൻ. ഓക്കെ, ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ ആണ് ഫിനൈൽ എഫ്രിൻ. സോ ഈ ഫിനൈൽ എഫ്രിൻ ഇസ് മോർ ആൽഫ 1 സെലക്റ്റീവ് ആണ്. ഓക്കെ, ആൽഫ 1 സെലക്ടിവിറ്റി ആയിരിക്കും ഇവർക്ക് കൂടുതൽ ഉണ്ടായിരിക്കുക. സോ റിമൂവൽ ഓഫ് പാരാ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വിൽ പ്രൊഡ്യൂസ് മോർ ആൽഫ 1 സെലക്ടിവിറ്റി. ഒന്നാമത്തെ പോയിന്റ് കിട്ടിയോ? എന്താണ്? നമ്മൾ കാറ്റക്കോൾ റിംഗിലെ ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഒഴിവാക്കുകയാണെങ്കിൽ ദെൻ എന്തായിരിക്കും? ആൽഫ 1 സെലക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് എന്ത്? ഫിനൈൽ എഫ്രിൻ. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം. ഇനി നമ്മൾ ഈ കാറ്റക്കോൾ റിംഗ് മാറ്റിയിട്ട് ഇതിനെ നമ്മൾ റിസോഴ്സിനോൾ ആക്കാൻ പോവാണ്. കാറ്റക്കോൾ റിംഗ് മാറ്റിയിട്ട് റിസോഴ്സിനോൾ ആക്കാൻ പോവാണ്. അതായത് ഇവിടെ നിന്നുള്ള ഈ ഹൈഡ്രോക്സി ഗ്രൂപ്പിനെ നമ്മൾ ഇവിടേക്ക് ആക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഈ റിംഗിന്റെ പേര് എന്തായിട്ട് മാറി? റിസോസിനോൾ ആയിട്ട് മാറി. കാറ്റക്കോൾ അല്ല ഇപ്പൊ ഇതെന്താണ്? റിസോസിനോൾ ആണ്. അപ്പൊ കാറ്റക്കോൾ നമ്മൾ റിസോസിനോൾ ആക്കുകയാണെങ്കിൽ അവിടെ ബീറ്റ 2 സെലക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ബീറ്റ 2ലായിരിക്കും ഡ്രഗ് പോയിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ, സോ ദേ ഹാവ് ബീറ്റ 2 സെലക്ടിവിറ്റി. അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ? കാറ്റക്കോൾ റിംഗ് പ്രസന്റ് അല്ലെങ്കിൽ അവിടെ കോംറ്റി ആക്ട് ചെയ്യൂല അല്ലെ. അങ്ങനെ കോംറ്റി ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ ഹാഫ് ലൈഫ് കൂടും, അതായത് അവരുടെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂടും അല്ലെ. സോ ഇവിടെ അതേപോലെ തന്നെ കാറ്റക്കോൾ റിംഗ് അല്ല അല്ലെ, കാറ്റക്കോൾ റിംഗ് അല്ല, റിസോസിനോൾ ആണ്. അപ്പൊ ഇവിടെ എന്തായി? ഇവര് കോംറ്റി വെച്ചിട്ട് മെറ്റബോളൈസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂടി. ഓക്കെ, സോ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? ദാറ്റ് ഇസ് when catechol ring is converted into resorcinol, then they will have beta 2 selectivity. Okay, ഇനി തേർഡ് പോയിന്റ് നോക്കാം. നമുക്ക് ഈ ഹൈഡ്രോക്സി ഗ്രൂപ്പ് എവിടേക്കാണ് പ്രസന്റ് ആയിരിക്കുന്നത്? ഒന്ന് മെറ്റാ പൊസിഷനിലും ഒന്ന് പാരാ പൊസിഷനിലും അല്ലേ. മെറ്റയിലും ഉണ്ട് പാരയിലും ഉണ്ട്. അപ്പൊ നമ്മള് ഈ മെറ്റയിലുള്ള ഹൈഡ്രോക്സി ഗ്രൂപ്പിന് നമ്മൾ മീഥൈൽ ഹൈഡ്രോക്സി ആക്കാണ്. ഓക്കെ, ഇവിടെയുള്ള ഹൈഡ്രോക്സി ഗ്രൂപ്പിന് നമ്മൾ മീഥൈൽ ഹൈഡ്രോക്സി ആക്കാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്താ വ്യത്യാസം? ഇവർക്ക് ബീറ്റ 2 സെലക്ടിവിറ്റി ആയിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക. അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് സാൽബ്യൂട്ടമോൾ. ഇനി ഇവിടെ റിസോർസിനോളിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു എക്സാമ്പിളിലെ ഡ്രഗ് ഏതാണ്? ടെറബ്യൂട്ടാലിൻ. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഹൈഡ്രോക്സി ഗ്രൂപ്പിനെ നമ്മൾ മീഥൈൽ ഹൈഡ്രോക്സി ആക്കി മാറ്റി. അപ്പൊ അങ്ങനെയാകുമ്പോൾ ബീറ്റ 2 സെലക്ടിവിറ്റി കൂടും. അതേപോലെ തന്നെ എന്തായിരിക്കും? ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂടും അല്ലെ. കാരണം എന്താ? കോംറ്റി മെറ്റബോളൈസ് ചെയ്യുന്നില്ല. കാറ്റക്കോൾ റിംഗ് അല്ലല്ലോ ഇത്, അതുകൊണ്ട് തന്നെ അവിടെ മെറ്റബോളിസം നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂടും.
ഓക്കെ, സോ ദിസ് ഇസ് ദ തേർഡ് പോയിന്റ്. അപ്പൊ നമ്മളിപ്പോ ഫിനൈൽ റിംഗിൽ എന്തൊക്കെ ചേഞ്ച് വരുത്തുന്നുള്ള കാര്യം മനസ്സിലായില്ലേ? നമുക്ക് മെയിൻലി ഈ ഒരു കേസിൽ എവിടേക്കാണ് ചേഞ്ച് വരുത്താൻ പറ്റുക, ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ്, എവിടേക്കാണ് ചേഞ്ച് വരുത്താൻ പറ്റുക. ഒന്നാമത്തത് ഈ ഫിനൈൽ റിംഗിൽ മാറ്റം വരുത്തുക അല്ലെ, ഫിനൈൽ റിംഗിൽ എന്തൊക്കെയോ ചേഞ്ചസ് വരുത്താം. രണ്ടാമത്തത് ഈ എത്തിലിൻ ബ്രിഡ്ജിൽ എന്തൊക്കെയോ ചേഞ്ചസ് വരുത്താം. എത്തിലിൻ ബ്രിഡ്ജിൽ ആൽഫ കാർബണും ഉണ്ട് ബീറ്റ കാർബണും ഉണ്ട്. അപ്പൊ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വരും. മൂന്നാമത്തതാണ് ഈ അമിനോ ഗ്രൂപ്പിൽ മാറ്റം വരുത്താം അല്ലെ. അപ്പൊ അതിൽ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ്, ഈ ഫിനൈൽ റിംഗിൽ എന്തൊക്കെ ചേഞ്ച് വരുത്താന്നാണ്. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഈ ഫിനൈൽ റിംഗില് കാറ്റഗോൾ ആണെങ്കിലുള്ള ആക്ഷൻ ആയിരുന്നു അല്ലെ. കാറ്റഗോൾ ആണെങ്കിൽ എന്താണ്, ആൽഫ 1 ആൽഫ 2 ബീറ്റ 1 ബീറ്റ 2 ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ഇനി ഈ ഫിനോൾ റിംഗിൽ നമ്മൾ ഈ കാറ്റഗോൾ ഒഴിവാക്കി ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഒഴിവാക്കുകയാണെങ്കിൽ അപ്പൊ അവിടെ എങ്ങനെയാണ് ആക്ടിവിറ്റി വരിക, ദേ വിൽ ഹാവ് മോർ ആൽഫ 1 സെലക്റ്റീവ് ആയിരുന്നു അല്ലെ. ആൽഫ 1 സെലക്ടിവിറ്റി ആണ് കൂടിയത് വെൻ, എപ്പോഴാണ്, ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഒഴിവാക്കിയപ്പം. അതിന് എക്സാമ്പിൾ ഏതാണ്, ഫിനൈലെഫ്രിൻ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്, നമ്മൾ ഈ കാറ്റഗോൾ റിംഗിന് പകരം അതെന്താക്കി മാറ്റി, റിസോർസിനോൾ ആക്കി മാറ്റി അല്ലെ. കാറ്റഗോൾ റിംഗ് മാറ്റിയിട്ട് റിസോർസിനോൾ ആയിട്ട് മാറി. അങ്ങനെയാകുമ്പോൾ എന്ത് ആക്ടിവിറ്റി ഉണ്ടായിരിക്കുക, ബീറ്റ 2 സെലക്ടിവിറ്റി ആണ് ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ അവരുടെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂടും. കാരണം എന്താ, അവിടെ കാറ്റഗോൾ റിംഗ് അല്ല, അതുകൊണ്ട് തന്നെ കോംപ്റ്റി വെച്ചിട്ട് മെറ്റബിലൈസ് ചെയ്യുന്നില്ല. അപ്പൊ അതിന് എക്സാമ്പിൾ എന്താണ്, ദാറ്റ് ഈസ് ടെർബ്യൂട്ടാലിൻ. ഓക്കെ, സോ സെക്കൻഡ് പോയിന്റും കിട്ടി. ഇനി മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് സാൽബ്യൂട്ടമോളിന്റെ കേസിൽ ഉള്ളതായിരുന്നു. അതായത് ഇവിടെ നമ്മൾ ഹൈഡ്രോക്സി ഗ്രൂപ്പിന് പകരം അതെന്താക്കി മാറ്റി, മീഥൈൽ ഹൈഡ്രോക്സി ഗ്രൂപ്പ് ആക്കി മാറ്റി. അപ്പൊ മീഥൈൽ ഹൈഡ്രോക്സി ഗ്രൂപ്പ് ആക്കുന്ന സമയത്ത് അവിടെ എന്താണ് വ്യത്യാസം വരിക, ബീറ്റ 2 സെലക്ടിവിറ്റി, ബീറ്റ 2 റിസെപ്റ്ററിലാണ് മോർ ആക്ഷൻ നടത്തുക അല്ലെ. ബീറ്റ 2 സെലക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ കാറ്റഗോൾ റിംഗ് അല്ല, അതുകൊണ്ട് തന്നെ എന്താ, കോംപ്റ്റി വെച്ചിട്ട് മെറ്റബിലൈസ് ചെയ്യുന്നില്ല. സോ ഇവിടെ എന്താകും, ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂടും. ഓക്കെ, സോ ഫിനൈൽ റിംഗിന്റെ കേസിലുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എത്തിലീൻ ലിങ്കേജ്, ഈ എത്തിലീൻ ലിങ്കേജ് എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റും നോക്കാം. സോ ഇവിടെ എത്തിലീൻ ലിങ്കേജിൽ എന്താ മെയിൻ ആയിട്ട് വേണ്ട, എന്താ, രണ്ട് കാർബൺ വേണം അല്ലെ, എത്തിലീൻ അല്ലേ, അതായത് 2 കാർബൺ വേണം. സോ 2 കാർബൺ ഇസ് എസെൻഷ്യൽ ഫോർ ആക്ടിവിറ്റി, 2 കാർബൺ എസെൻഷ്യൽ ആണ്. ഇനി ഈ എത്തിലീൻ ബ്രിഡ്ജില് നമ്മൾ ഈ സ്ട്രക്ചർ ഒക്കെ നോക്കിയപ്പോൾ മനസ്സിലായി ഇവിടെ കോൺഫിഗറേഷൻ എങ്ങനെയാ വന്നത്, 6 കോൺഫിഗറേഷൻ ആണ് അല്ലെ, 6 കോൺഫിഗറേഷൻ ആണ്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം, എപ്പിനെഫ്രിൻ ആണിത് അല്ലെ. ഈ ഡ്രഗ് ഏതാണ്, എപ്പിനെഫ്രിൻ. എപ്പിനെഫ്രിനിൽ ഇവിടെ 6 കോൺഫിഗറേഷൻ ആണെങ്കിൽ ദേ വിൽ ബി മോർ പൊട്ടന്റ് ആയിരിക്കും. ഓക്കെ, 6 കോൺഫിഗറേഷൻ ആണെങ്കിൽ എന്താണ്, മോർ പൊട്ടന്റ് ആണ്. ഇനിയിപ്പോ 6 കോൺഫിഗറേഷൻ അല്ല, എസ് കോൺഫിഗറേഷൻ ആണ്. എസ് കോൺഫിഗറേഷൻ എങ്ങനെയാ വരയ്ക്കുക, ഡോട്ടഡ് ലൈൻ വെച്ചിട്ടല്ലേ, എങ്ങനെയല്ല എസ് കോൺഫിഗറേഷൻ വരയ്ക്കാം. ഇവിടെ ഇങ്ങനെ എസ് കോൺഫിഗറേഷൻ ആണെങ്കിൽ അവരുടെ പൊട്ടൻസി കുറവായിരിക്കും എന്നാ പറയുന്നത്. 6 ആണെങ്കിൽ ദേ വിൽ ബി മോർ പൊട്ടന്റ്, എസ് ആണെങ്കിൽ എന്താണ്, ലെസ് പൊട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഇതാണ് റിസെപ്റ്റർ എങ്കിൽ റിസെപ്റ്റർ വലുതാക്കി വരച്ചതാണ്. അപ്പൊ ഈ റിസെപ്റ്ററിൽ ഇത് ആനിയോണിക് സൈറ്റ് ആണ്. ഇവിടെ ഈ ആനിയോണിക് സൈറ്റിൽ എന്ത് ചെയ്യും, ഈ അമിനോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യും. ആൻഡ് ഇവിടെ ഈ ഫിനൈൽ റിംഗ് വന്നിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യും, ഈ ഗ്രൂപ്പ് വന്നിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യും. അപ്പൊ നമുക്കിപ്പോ 6 ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ അറ്റാച്ച്മെന്റ് വരുന്നുണ്ട്. ഓക്കെ, 6 ഗ്രൂപ്പ് ആണെങ്കിലാണ് ഇവിടെ അറ്റാച്ച്മെന്റ് വരിക. സോ 6 ഗ്രൂപ്പ് ആണെങ്കിൽ എവിടേക്ക് അറ്റാച്ച്മെന്റ് വരും, ഇവിടെ വരും, ഇവിടെ വരും, ഇവിടെ വരും. പക്ഷേ 6 ഗ്രൂപ്പ് അല്ല അല്ലെ, ഇവിടെ എസ് ഗ്രൂപ്പ് ആണെങ്കിൽ എന്താ ചെയ്യാ, ഇവിടെയും ഇവിടെയും അറ്റാച്ച്മെന്റ് വരുള്ളൂ, ഇവിടെ അറ്റാച്ച്മെന്റ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, 6 ഗ്രൂപ്പ് വരികയാണെങ്കിൽ ദീസ് ആർ മോർ പൊട്ടന്റ്. എസ് ഗ്രൂപ്പ് വരികയാണെങ്കിൽ ഇവിടെ അറ്റാച്ച്മെന്റ് വരുന്നില്ല, എസ് ആയതുകൊണ്ട് ഇവിടെ അറ്റാച്ച്മെന്റ് വരുന്നില്ല. സോ ദീസ് ആർ ലെസ് പൊട്ടന്റ് എന്ന് പറയാം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ദാറ്റ് ഇസ് ഇവിടെ നമ്മൾ ഈ ഡ്രഗിന്റെ കേസിൽ, അതായത് ഇത് ഏതാ ഡ്രഗ്, ആംഫിറ്റമിൻ അല്ലെ, ആംഫിറ്റമിൻ ആണ്. അപ്പൊ ഈ ആംഫിറ്റമിന്റെ കേസിൽ ഇവിടെ ഒരു മിഥൈൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അല്ലെ, ഇവിടെ ഒരു മിഥൈൽ ഗ്രൂപ്പ്, നമ്മുടെ ആൽഫ കാർബണിൽ എന്തുണ്ടായിരുന്നു, ഒരു മിഥൈൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മിഥൈൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ അവിടെ ദർ ഇസ് നോ മെറ്റബോളിസം ബൈ മോണോ അമിനോ ഓക്സിഡേസ്. ഓക്കെ, മോണോ അമിനോ ഓക്സിഡേസ് വെച്ചിട്ട് അവിടെ മെറ്റബോളിസം നടക്കുന്നില്ല. മനസ്സിലായോ? അതായത് ഈ ആംഫിറ്റമിൻ പോലത്തെ ഡ്രഗിന്റെ കേസിൽ ഇവിടെ ആൽഫ കാർബണിൽ എന്തുണ്ട്, ഒരു മിഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു മിഥൈൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ അവിടെ മോണോ അമിനോ ഓക്സിഡേസ് വെച്ചിട്ടുള്ള മെറ്റബോളിസം ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതാണ് സെക്കൻഡ് പോയിന്റ്. എത്തിലിൻ ബ്രിഡ്ജിൽ നമ്മൾ 2 ചേഞ്ചസ് ആണ് പറഞ്ഞത്. ഒന്നാമത്തത് എന്തായിരുന്നു, കോൺഫിഗറേഷൻ അല്ലെ, 6 കോൺഫിഗറേഷൻ ആണെങ്കിൽ എന്താണ്, എസ് കോൺഫിഗറേഷൻ ആണ് എന്താണ് വരിക എന്നുള്ളത്. രണ്ടാമത്തത് ആൽഫ കാർബണിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ, അതായത് ആൽഫ കാർബണിൽ ഒരു മിഥൈൽ ഗ്രൂപ്പ് വന്നാൽ എന്താ ചേഞ്ച് വരിക എന്നുള്ളത് പറഞ്ഞു. ഇനി നമുക്ക് തേർഡ് പോർഷനിലേക്ക് പോവാം. എന്താണ്, അമിനോ ഗ്രൂപ്പ് അല്ലെ. അമിനോ ഗ്രൂപ്പിൽ എന്തൊക്കെ വ്യത്യാസം വരുത്താം എന്ന് നോക്കാം. സോ ഫസ്റ്റ് പോയിന്റ് എന്താണ്, അമിനോ ഗ്രൂപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫോർ ആക്ടിവിറ്റി. ഇനി
പ്രൈമറി അമീൻ അതേപോലെ തന്നെ സെക്കൻഡറി അമീൻ ആണെങ്കിൽ അവര് മോർ പൊട്ടന്റ് ആയിരിക്കും അല്ലെ. പ്രൈമറി അമീൻ എക്സാമ്പിൾ ഇതാ, ഇത് പ്രൈമറി, ഇതാണ് സെക്കൻഡറി അമീൻ. പ്രൈമറി അമീൻ ആണെങ്കിൽ അഡ്രിനാലിന്റെ കേസിൽ അല്ലെ, അഡ്രിനാലിന്റെ കേസിൽ ഇവിടെ മീത്തൽ ഗ്രൂപ്പ് ഇല്ല, അപ്പൊ അതാണ് പ്രൈമറി അമീൻ. സോ പ്രൈമറി അമീനും സെക്കൻഡറി അമീനും ആണെങ്കിൽ എന്താണ്, അവര് മോർ പൊട്ടന്റ് ആയിരിക്കും പ്രൈമറി അമീൻ ഓർ സെക്കൻഡറി അമീൻ ആണെങ്കിൽ. ഇനി ബൾക്ക് ഓഫ് നൈട്രജൻ ഗ്രൂപ്പ് ഇൻക്രീസസ്, അതായത് ഈ അമിനോ ഗ്രൂപ്പിൽ ഇനി നമ്മൾ ബൾക്കി ആയിട്ട് വേറെ എന്തെങ്കിലും ഗ്രൂപ്പ് ആഡ് ചെയ്യണം. ഇപ്പൊ ഇതാ ഈ കേസിലൊക്കെ നമ്മളിതാ ഇവിടെ ടെർട്ട് ബ്യൂട്ടൈൻ അല്ലേ ഇത്, ഓക്കെ, ഇവിടെ നമ്മളിതാ ഇങ്ങനെ ബൾക്കി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. സോ അങ്ങനെ നമ്മളൊരു ബൾക്കി ആയിട്ടുള്ള ഗ്രൂപ്പ് ആഡ് ചെയ്ത സമയത്ത് അവിടെ ആൽഫ റിസപ്റ്റർ അഗണിസ്റ്റ് ആക്ടിവിറ്റി കുറയും ആൻഡ് ബീറ്റ റിസപ്റ്റർ അഗണിസ്റ്റ് ആക്ടിവിറ്റി കൂടുമെന്നാ പറഞ്ഞത്. ഓക്കെ, ആൽഫ റിസപ്റ്ററിന്റെ ആക്ടിവിറ്റി കുറയും എന്നാൽ ബീറ്റ റിസപ്റ്ററിന്റെ ആക്ടിവിറ്റി കൂടും. ഇനി അപ്പൊ എപ്പിനെഫ്രിന്റെ കേസിൽ നമുക്ക് നോക്കാം. എപ്പിനെഫ്രിന്റെ കേസിലാണെങ്കിൽ ഇതാണ് എപ്പിനെഫ്രിന്റെ സ്ട്രക്ചർ. ഇവിടെ എന്തായിരിക്കും, ദേ വിൽ ഹാവ് ആൽഫ 1, ആൽഫ 2, ബീറ്റ 1, ബീറ്റ 2 ആക്ടിവിറ്റി ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഐസോപ്രിനാലിൻ എടുക്കാണ്. ഐസോപ്രിനാലിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അവിടെ ബീറ്റ 1, ബീറ്റ 2 ആക്ടിവിറ്റി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ആൽഫ ആക്ടിവിറ്റി ഉണ്ടായിരിക്കില്ല. അപ്പൊ ഐസോപ്രിനാലിന്റെ സ്ട്രക്ചറിൽ എങ്ങനെയാണ് നമുക്ക് വന്നത്, ഇവിടെ ഐസോപ്രിനാലിൽ എങ്ങനെയായിരുന്നു, ഇവിടെ അമിനോ ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് അവസാനം എന്താ വരിക, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വരും അല്ലെ, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പം ഇവർക്ക് എന്താണ്, ഐസോപ്രിനാലിന്റെ കേസിൽ ദേ വിൽ ഹാവ് ലെസ് ആൽഫ ആക്ടിവിറ്റി, അല്ലെങ്കിൽ നോ ആക്ഷൻ എന്നാ പറയാം, നോ ആക്ഷൻ, പക്ഷെ ബീറ്റ 1, ബീറ്റ 2 ആക്ടിവിറ്റി ആയിരിക്കും കൂടുതൽ. മനസ്സിലായോ? അപ്പൊ അതാണ് രണ്ടാമത്തെ പോയിന്റ്. ലാസ്റ്റ് പോയിന്റ് ആണ് ലാർജർ സബ്സ്റ്റിറ്റ്യൂഷൻ അമിനോ ഗ്രൂപ്പ് ഡിക്രീസസ് മെറ്റബോളിസം ബൈ മോണോഅമിനോ ഓക്സിഡേസ്. ഇതാ ലാർജർ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇതാ സാൽബ്യൂട്ടമോളിന്റെ കേസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എണ്ണം കൂടി അല്ലെ, അങ്ങനെ ലാർജർ സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ, അതേപോലെ ടെർബ്യൂട്ടാലിന്റെ കേസിൽ ടെർബിറ്റാലിന്റെ കേസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എണ്ണം കൂടി, അങ്ങനെ ലാർജർ സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ then they will decreases metabolism by monoamino oxidase. ഓക്കെ, സോ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് SCR നോക്കാനുള്ളത്. അപ്പം ഫസ്റ്റ് നിങ്ങൾ എന്താ ആലോചിക്കുക, 3 കാര്യങ്ങൾ വേണം. ബീറ്റ, ഫിനൈൽ, ഈഥൈൽ അമീൻ ആലോചിക്കുക. ആദ്യം തന്നെ ഫിനൈൽ റിംഗിൽ എന്തൊക്കെ ചേഞ്ച് വരുത്താന്നുള്ള കാര്യം നോക്കാം. രണ്ടാമതായിട്ട് എത്തിലീൻ റിംഗ് ലിങ്കേജിൽ എന്തൊക്കെ ചേഞ്ച് വരുത്താൻ നോക്കാം. ആൻഡ് മൂന്നാമതായിട്ട് അമിനോ ടെർമിനലിൽ എന്തൊക്കെ ചേഞ്ച് വരുത്താൻ നോക്കാം. സോ SCR നമുക്ക് ഇത്രയും പോയിന്റ്സ് ആണ് നോക്കാനുള്ളത്. നെക്സ്റ്റ് സിമ്പത്തോമൈമെറ്റിക്സിൽ നമുക്ക് 2 സിന്തസിസും കൂടെ നോക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഫിനൈലെഫ്രിൻ ആൻഡ് സെക്കൻഡ് വൺ ഇസ് സാൽബ്യൂട്ടമോൾ. ഓക്കെ, സോ ഫിനൈലെഫ്രിൻ അല്ലെങ്കിൽ ഏതൊരു സിന്തസിസ് പഠിക്കുമ്പോഴും നമ്മൾ ഫസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ, അതിന്റെ സ്ട്രക്ചർ അല്ലെ, സ്ട്രക്ചർ അറിഞ്ഞിരിക്കുക. അപ്പൊ സ്ട്രക്ചർ അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് വരിക എന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ ഫിനൈലെഫ്രിന്റെ കേസിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് എന്താ വേണ്ടത്, ഒന്നാമതാണ് ഫിനോൾ, ഒരു ഫിനോൾ വേണം. സെക്കൻഡ് വൺ ഇസ് ക്ലോറോ അസെറ്റൈൽ ക്ലോറൈഡ് വേണം അല്ലെ, ക്ലോറോ അസെറ്റൈൽ ക്ലോറൈഡ്, CN C ഡബിൾ ബോണ്ടും CH2Cl, അതാണ് ക്ലോറോ അസെറ്റൈൽ ക്ലോറൈഡ്. ഇനി ഇവിടെ എന്താ സംഭവിക്കുക, ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജനും അതേപോലെ ഇവിടെ നിന്ന് ഈ ക്ലോറിനും കൂടെ HCl ആയിട്ട് പോകും. ആൻഡ് ബാക്കി വരുന്ന ഈ കാര്യം വന്നിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യും. ഓക്കെ, അതാ COCH2Cl ഇവിടെ അറ്റാച്ച് ചെയ്യും. അപ്പൊ അതിന്റെ പേര് എന്താണ്, മെറ്റാ ഹൈഡ്രോക്സി ഫിനൈൽ അസെറ്റൈൽ ക്ലോറൈഡ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മീഥൈൽ അമീൻ ആഡ് ചെയ്യണം അല്ലെ, CH3NH2, ഒരു മീഥൈൽ ഒരു അമീൻ. അപ്പൊ ഇവരെ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്ലോറിനും ഇവിടെ നിന്നുള്ള ഒരു Hഉം കൂടെ വീണ്ടും HCl ആയിട്ട് പോയി. അങ്ങനെ നമുക്ക് ബാക്കി വരുന്ന ഈ കാര്യം അത് വന്നിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യും അല്ലെ, COCH2 ഇനി NH, ഈ NH CH3. ഓക്കെ, ബാക്കി ഇവിടെ നിന്ന് അറ്റാച്ച് ചെയ്തു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, ഒരു ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് കിട്ടി. ഇനി ഇവരുടെ റിഡക്ഷൻ നടത്തി, അതായത് ഈ ഒരു കോമ്പൗണ്ട് റിഡക്ഷൻ നടത്തി, ഇത് കീറ്റോൺ അല്ലേ, അപ്പൊ കീറ്റോൺ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ എന്താ കിട്ടുക, ആൽക്കഹോൾ കിട്ടും. അപ്പൊ ഈ ഒരു കോമ്പൗണ്ട് റിഡക്ഷൻ നടത്തിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആൽക്കഹോൾ കിട്ടി. അതാണ് എന്ത്, ഫിനൈലെഫ്രിൻ. ഓക്കെ അല്ലെ, സിമ്പിൾ സിന്തസിസ് ആണ്. സോ ഫസ്റ്റ് നമ്മള് ഒരു ഫിനോൾ എടുത്തു, സെക്കൻഡ് ക്ലോറോ അസെറ്റൈൽ ക്ലോറൈഡ് എടുത്തു. അത് രണ്ടും കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, മെറ്റാ ഹൈഡ്രോക്സി ഫിനൈൽ അസെറ്റൈൽ ക്ലോറൈഡ് കിട്ടും. അതായത് ഇവിടുന്ന് HCl റിമൂവ് ചെയ്തിട്ടാണ് ഇത് കിട്ടുക. ഇനി അതിലേക്ക് നമ്മൾ മീഥൈൽ അമീൻ ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഒരു ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട്, ഒരു കീറ്റോൺ അല്ലെ. ഇനി ഈ കീറ്റോൺ നമ്മൾ റിഡക്ഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ആൽക്കഹോൾ കിട്ടും, വിച്ച് ഇസ് ഫിനൈലെഫ്രിൻ. ഓക്കെ, ഇതാണ് ഫിനൈലെഫ്രിന്റെ സ്ട്രക്ചർ. ഇനി സെക്കൻഡ് സിന്തസിസ് നോക്കാം, സാൽബ്യൂട്ടമോൾ. സാൽബ്യൂട്ടമോളിന്റെ കേസിലായും ഇതേപോലെ തന്നെയാണ് ഏകദേശം വരുന്നത്. അപ്പൊ സാൽബ്യൂട്ടമോളിന്റെ സ്ട്രക്ചർ എന്താ, ഇതാണല്ലേ സ്ട്രക്ചർ. അപ്പൊ ഈ സ്ട്രക്ചറിൽ നമുക്ക് നോക്കി ഫസ്റ്റ് മനസ്സിലാവും, ഇവിടെ ഒരു CH2 OH വരുന്നുണ്ട്, ഇവിടെ ഒരു OH വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എടുക്കേണ്ട ഫസ്റ്റ് കോമ്പൗണ്ടിൽ എന്തുണ്ടായിരിക്കണം, ആ സ്ട്രക്ചർ തന്നെയായിരിക്കണം അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് എടുത്തിരിക്കുന്നത്, 3 ഹൈഡ്രോക്സി മീഥൈൽ ഫിനോൾ.
അതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലോറോ അസെറ്റൈൽ ക്ലോറൈഡ് ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് എച്ചും ഇവിടുന്ന് സിയിലും കൂടെ HCl ആയിട്ട് പോയി. ഈ ബാക്കി വരുന്ന കോമ്പൗണ്ട് ഇവിടെ അറ്റാച്ച് ചെയ്തു. ഫിനൈൽ അസെറ്റൈൽ ക്ലോറൈഡ് CH2Cl. ഓക്കെ, അസെറ്റൈൽ ക്ലോറൈഡ്. ഇനി ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അവസാനം ഒരു CH3 മാത്രമേ ഉള്ളൂ അല്ലെ. NH-നോട് കണക്ട് ചെയ്തിട്ട് ഒരു CH3 മാത്രമേ ഉള്ളൂ. ഇവിടെ 3 CH3 ഇവിടെ ഒരു CH3 അല്ലെ. അതിന് ടോട്ടൽ എത്ര CH3 ഉണ്ട്, അല്ലെങ്കിൽ എത്ര കാർബൺ ആറ്റം വരുന്നുണ്ട്? 4 എണ്ണം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എടുക്കേണ്ട കോമ്പൗണ്ട് എന്തായിരിക്കണം? 4 കാർബൺ വരുന്ന കോമ്പൗണ്ട് ആയിരിക്കണം. അതാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഏതാ? 2-methyl propan 2-amine. എങ്ങനെ പറയാ? 2-methyl propan 2-amine. അതായത് ഇവിടെ ഒരു പ്രൊപ്പൈൻ എടുത്തു അല്ലെ. 1, 2, 3 ഒരു പ്രൊപ്പൈൻ എടുത്തു. ഈ പ്രൊപ്പൈന്റെ രണ്ടാമത്തെ പോർഷനിലേക്ക് എന്ത് വേണം? ഒരു മിഥൈൽ വേണം. ആൻഡ് രണ്ടാമത്തെ പോർഷനിലേക്ക് ഒരു അമീനും വേണം. അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി അപ്പൊ നമ്മൾ ഇത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് Cl-ഉം ഇവിടുന്ന് H-ഉം കൂടെ ലിബറേറ്റ് ചെയ്ത് പോയി. ആൻഡ് ബാക്കി ഈ ഗ്രൂപ്പ് വന്നിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ റിഡക്ഷൻ അല്ലായിരുന്നോ, അതേപോലെ ഇവിടെയും റിഡക്ഷൻ നടത്തി. സോ ഈ കീറ്റോൺ മാറ്റി ഇവിടെ എന്തായിട്ട് മാറി? ആൽക്കഹോൾ ആയിട്ട് മാറി. ആൻഡ് സോ ദിസ് ഇസ് ദ സിന്തസിസ് ഓഫ് സാൽബ്യൂട്ടമോൾ. അപ്പൊ രണ്ടും സിന്തസും ഏകദേശം ഒരേപോലെയാണ്. ഫസ്റ്റ് നമ്മൾ എടുത്ത കോമ്പൗണ്ട് ഇവിടെ ഫിനോൾ ആണെങ്കിൽ ഇവിടെ എന്താണ്? 3-ഹൈഡ്രോക്സി മിഥൈൽ ഫിനോൾ ആണ്. ആ ചേഞ്ച് മാത്രമാണുള്ളത്. ആൻഡ് ഇവിടെ സെക്കൻഡ് കോമ്പൗണ്ട് എന്താ? ക്ലോറോഅസെറ്റൈൽ ക്ലോറൈഡ് ആണ്. ഇവിടെ എന്താണ്? ക്ലോറോഅസെറ്റൈൽ ക്ലോറൈഡ് ആണ്. ഇനി ബാക്കി എന്താ ചെയ്യുന്നത്? ഈ HCl ലിബറേറ്റ് ചെയ്യുക. രണ്ട് കേസിലും എന്താ? HCl ലിബറേറ്റ് ചെയ്യാണ്. അങ്ങനെ ബാക്കി വരുന്ന ഗ്രൂപ്പ് ഇവിടെ അറ്റാച്ച് ചെയ്യും. ഇവിടെയാണെങ്കിൽ മിഥൈൽ അമീനാണ് നെക്സ്റ്റ് നമ്മൾ എടുത്തത്. ഇവിടെയാണെങ്കിൽ എന്താ? 2-methyl propan 2-amine ആണ്. Then ഒരു ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോം ചെയ്തു. After that we undergo reduction and then this will result in the formation of the compound. Okay, so this is the synthesis of phenylephrine and salbutamol.